ാണ് അമ്മുമ്മയാണെങ്കിൽ അവിടെ ഇരുന്ന് പാത്രവും മറ്റും കഴിവുകയാണ്. അവിടെ പെയിന്റ് ബക്കറ്റ് സംഭവങ്ങളും എല്ലാം ഇരിപ്പുണ്ട്. ആ ഒരു സമയത്താണ് നമ്മൾ അപ്പൂപ്പൻ എന്തൊക്കെയോ കാര്യം അവിടെ നിന്ന് കാര്യമായിട്ട് പറയുന്നുണ്ട്. ആ ഒരു സമയം ആ ബക്കറ്റിൽ നിന്നാണെന്ന് തോന്നുന്നു ഒരു 2 ചെരുപ്പ് നമ്മുടെ അമ്മുമ്മ വലിച്ചെടുത്തതിന് ശേഷം ഒരു 2 അടി പടക്കോ എന്ന് അപ്പൂപ്പന് കൊടുക്കുന്നുണ്ട്. പാവം അപ്പച്ച കേക്ക് എടുക്കാൻ വേണ്ടി കൈ തട്ടി മാറ്റി നമ്മുടെ ഇശാനി കൃഷ്ണ. അശ്വിൻ ചേട്ടൻ്റെ കാര്യം കേട്ടോ, പാവം അതിനകത്തൊന്നും ഒറ്റപ്പെട്ടു പോയി. അതായത് ദിയാകൃഷ്ണ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു പുള്ളിക്കാരൻ അവിടെ നിൽക്കുന്നത് എല്ലാവരും പറയുന്നത് കേട്ട് പുറകിൽ ആ ഒരു ബർത്ത്ഡേക്കായാലും നോക്കിയാൽ മതി അപ്പച്ചി അപമാനിച്ച് വിട്ടു. പക്ഷെ അപമാനിച്ച് വിട്ടില്ലെങ്കിൽ പോലും പുറകിൽ ഒരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആരാ? അശ്വിൻ ചേട്ടൻ. സോ ഹലോ ഗൈസ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. കെ ഫാമിലി, ഹെൽത്തി ഫാമിലി. നമ്മുടെ സ്വന്തം അഹാന കൃഷ്ണ അല്ലെങ്കിൽ നമ്മുടെ കൃഷ്ണേട്ടനാണ് ഇപ്പോൾ ലെയറിൽ പോയി ഇരിക്കുന്നത്. അതായത് സ്വാഭാവികമായിട്ടും മക്കളുടെ കയ്യിൽ എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ പറയുന്നത് ഡാഡിയാണല്ലോ ആൾക്കാര്. അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാർ സാറിന് ഇപ്പൊ തുമ്മാൻ വേണ്ടി മാത്രമേ സമയമുള്ളെന്ന്. അതായത് 24 മണിക്കൂർ മോളുടെ പേരും പറഞ്ഞ് തന്തയ്ക്ക് വിളിയാണ് ആ ചേച്ചിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ മതി, ഞാൻ പറഞ്ഞുണ്ടാക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാർ സാറിന് തുമ്മി മൂക്കൊക്കെ ചുമന്നിരിക്കുകയാണ് എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അതായത് സ്വന്തം അപ്പച്ചിയെടുത്ത് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അഹാന കൃഷ്ണ നമ്മുടെ ദിയാകൃഷ്ണയുടെ ആ കൊച്ചിന്റെ ബർത്ത്ഡേക്ക് വന്ന അപ്പച്ചി ആട്ടി ഓടിക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ദിവസവും വന്ന് കിടന്ന് ഏറിൽ കയറിക്കോളാന്ന് നിങ്ങളെ തപത് കൊടുത്തേക്ക് വന്നു. പാവം ഞങ്ങളുടെ അപ്പച്ചി രാവിലെ നിങ്ങളെ വിളിച്ചു വരുത്തി ആളിനെ അപമാനിക്കുവന്നു. പാവം ആ കേക്ക് മുറിക്കുന്നത് ആ കൊച്ചിനെയൊക്കെ കാണാൻ വേണ്ടി ഓടിപ്പടച്ച് വന്ന അമ്മൂമ്മ എടുത്ത് അവിടെ പോയി നിങ്ങൾ അവിടെ കസറി പോയിരുന്ന കൊച്ചിനെ നോക്ക് എന്നും പറഞ്ഞ് ആട്ടി ഓടിക്കുക അഹാന കൃഷ്ണ. ഇതേ ഒരു സംഭവം തന്നെയായിരുന്നു അമ്മൂമ്മ എടുത്ത് ചെയ്തിട്ടുള്ളത്. അമ്മൂമ്മ നിങ്ങളുടെ കർണം ഞാൻ അടിച്ചു പോയിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പറഞ്ഞാൽ നിങ്ങൾ വെളിയിൽ ഇറങ്ങി ക്യാമറക്കകത്ത് വരണ്ട. അതായത് അത്രയും കേസ്റ്റിൽ ഡ്രസ്സും സംഭവങ്ങളൊക്കെ അല്ലേ ഇവർ ഇട്ടുകൊണ്ടിരുന്നത്. അതായത് അഹാനയായാലും ദിയാകൃഷ്ണയായാലും ഇശാനി കൃഷ്ണയായാലും നമ്മുടെ സ്വന്തം ഹിന്ദു കൃഷ്ണ ചേച്ചി ആയാലും അതേ കൂട്ടി തന്നെ നമ്മുടെ കൃഷ്ണേട്ടനായാലും എല്ലാം കോസ്റ്റ്ലി ഡ്രസ്സ് കൂട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ അപ്പച്ചി മാത്രം ഇച്ചിരി വില കുറഞ്ഞിട്ടുള്ള സാരിയൊക്കെ കൊടുത്ത് കയറി വരുമ്പോൾ അവർക്ക് അതൊരു നാണക്കേടായിരിക്കും. അതായത് നിലവിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ കുറേ ആളുകൾ പറയാൻ പോകുന്ന സംഭവം എന്നത് ഞാൻ മുൻകൂട്ടി അങ്ങ് പറയാം. അതായത് അവരാണെങ്കിൽ ജസ്റ്റ് ഒരു കോമഡി രീതി ചെയ്തിട്ടുള്ളതാണ്, അത് അവരുടെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള തെറ്റല്ലെന്ന്. എങ്കിൽ പിന്നെ എന്തിന് അഹാന കൃഷ്ണ ആ ഒരു ഭാഗം ആ വീഡിയോയിൽ നിന്ന് ഡ്രിം ചെയ്ത് കളയണം? അല്ല, നിങ്ങൾ ഉത്തരം തന്നു കഴിഞ്ഞാൽ കൊള്ളാം കേട്ടോ. ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി. ആ ഒരു ഭാഗം ഡ്രിം ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ഇതിലൊക്കെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് നമ്മൾ സ്വന്തം സിന്ധു കൃഷ്ണയും. ഈ ഒരു ആൻറ്റി എവിടെ തിന്നു കഴിഞ്ഞാലും വിഷയമാണല്ലോ. ഇപ്പൊ താണ്ട് പുറത്ത് വിട്ടിരിക്കുകയാണ് നമ്മുടെ അപ്പൂപ്പന്റെ തലയടിച്ച് പൊട്ടിക്കുന്ന അമ്മുമ്മ. എന്തൊക്കെയാണ് പുറത്ത് വിട്ടിരിക്കുന്നത്. എന്നാലും ഓരോന്നായിട്ട് കാണാം. ആദ്യം തന്നെ അപ്പച്ചെടുത്ത് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അഹാന പുറത്താക്കുന്ന ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അപ്പച്ചി അപ്പുറത്തേയല്ല അപ്പച്ചി. പാവം അപ്പച്ച കേക്ക് എടുക്കാൻ വേണ്ടി കൈ തട്ടി മാറ്റി നമ്മുടെ ഇശാനി കൃഷ്ണ. എൻ്റെ പൊന്ന് ഇശാനി കൃഷ്ണ, ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പച്ചയെ വിളിച്ചു വരുത്തി അപമാനിക്കരുതെന്ന്. പാവം അപ്പുറത്ത് ആരും എന്തോ പറയുന്നത് നമ്മൾ അഹാന കൃഷ്ണയുടെ അടുത്ത് നിന്നിട്ടുള്ള അപ്പച്ചെടുത്ത് അപ്പച്ചി ഇങ്ങി വാന്ന് പറഞ്ഞിട്ട് അതായത് വിളിച്ച് രാവിലെ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ആളെ വിളിച്ചെടുപ്പിച്ചിട്ട് ഊണ് തരാമെന്ന് പറഞ്ഞിട്ട് സദ്യയില്ലെന്ന് പറഞ്ഞു വിടുന്ന ഒരു പ്രകൃതമാണ് ഇശാനി കൃഷ്ണ അവിടെ കാണിച്ചിട്ടുള്ളത്. അഹാനയുടെ അവിടെ നിന്ന് മര്യാദയ്ക്ക് നിന്ന് ബർത്ത്ഡേ പാർട്ടി കണ്ടുകൊണ്ടിരുന്ന അമ്മമ്മയെ അല്ലെങ്കിൽ ഒരു അപ്പച്ചയെ വിളിച്ച് വരുത്തിയിട്ട് നിങ്ങൾ അവിടെ നിന്നോന്ന് പറഞ്ഞ് കേക്കിനകത്തോട്ട് കൈ നീട്ടുമ്പോൾ തട്ടി മാറ്റുകയാണ് കൈ. ബാക്കി കണ്ടു നോക്കാം. അതേ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അഹാന കൃഷ്ണയുടെ കണ്ണ് അവിടെ നിന്ന് നേരെ അപ്പച്ചിയിലോട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ട്. എന്തൊക്കെ നവരസങ്ങളാണ് ചേച്ചി ട്രൈ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ആ കണ്ണ് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ ക്ലൈമാക്സിലോട്ട് കാര്യങ്ങൾ കടക്കുന്നത്. അതെ, ചിരി ചെറുതായിട്ട് മങ്ങുന്നു. അപ്പച്ചി അവിടെ ഇരുന്നോ എന്നാണ് അഹാന കൃഷ്ണ പറയുന്നത്. അപ്പച്ചി അവിടെ ഇരുന്നോളാൻ. അതായത് തുടക്കത്തിലേ അപ്പച്ചി അവിടെ വന്ന് നിന്ന് ആ ഒരു സ്ക്രീനിലോട്ട് നിന്നപ്പോഴേ അഹാനയുടെ മുഖത്തെ ചിരി അന്നേരം മങ്ങിയതാണ്. അന്നേരം തൊട്ടേ ഇടയ്ക്ക് അങ്ങോട്ട് ഒളികണ്ടിട്ട് നോക്കുന്നുണ്ട് അപ്പച്ചി എന്തുവാ അവിടെ പരിപാടി. അവസാനം പറഞ്ഞ് അപ്പച്ചി അവിടെ പോയി ഇരുന്നോ, നൈസായിട്ട് പോയി അങ്ങ് ഇരുന്നോ കേട്ടോ. നിങ്ങളുടെ ആ ഒരു സാരി നമ്മളുടെ ആ ഒരു സാരിയും ആ ഡ്രസ്സും തമ്മിൽ ഒരു മാച്ചിങ് ഇല്ല. അതായത് ഇവിടെ ലക്ഷങ്ങളുടെ സാരിയും സംഭവങ്ങളൊക്കെയാണ് ഉടുത്തിരിക്കുന്നത്. അവിടെ വരുമ്പോൾ നമ്മുടെ അപ്പച്ചി ഉടുത്തിരിക്കുന്നത് വില കുറഞ്ഞൊരു സാരിയാണ്. എൻ്റെ പൊന്നഹാന കൃഷ്ണ, നിങ്ങൾ ആ പേളിമണിയെ കണ്ടു പഠിക്കണം. അതായത് നാട്ടിലൊക്കെ അമ്മാവന്മാർ പറയില്ല, അതൊട്ട് കണ്ടു പഠിക്കണം എന്ന് തന്നെ പറയും. ഒരു വീട്ടിലെ സെർവൻറ്റ് എന്ന് ഞാനും പറയുന്നില്ല. ആ ഒരു ചേച്ചി പെങ്ങളെ പോലെ ഒരു സിസ്റ്ററിനെ പോലെയാണ് കാണുന്നത്. അത് സർവൻ്റ് ആയിട്ട് ആ ഒരു സർവൻറ്റിനെ സ്വന്തം അനിയത്തിയെ പോലെ കോസ്റ്റ്ലി മാല സംഭവങ്ങളുമാണ് പേളിമാണി വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത്. ഇവിടെ സ്വന്തം റിലേറ്റീവാണ്, സ്വന്തം അപ്പച്ചിയാണ്. അപ്പച്ചെടുത്ത് ഇറങ്ങിപ്പോകുന്നു. എന്തിനേറെ പറയാൻ വേണ്ടി സ്വന്തം അമ്മയുടെ ചെവുക്കൽ അടിച്ചു പൊട്ടിക്കുന്ന പറഞ്ഞ ആളാണ് അഹാന കൃഷ്ണ. പിന്നെ ഇത് കാണിച്ചില്ലെങ്കിലും ഉള്ള അത്ഭുതം. എൻ്റെ പൊന്നെ, നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം, ഇവിടെയൊക്കെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വല്ല ഉള്ള അപ്പച്ചിമാർ വല്ലതും
ഉണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത്ഡേ പാർട്ടി കോളം കലക്കുന്നോട്ട് കലക്കിയിട്ടേ പോത്തുള്ളായിരുന്നുള്ളൂ. ഇതേതാണ് പാവം ഒരു അപ്പച്ചയായി പോയി. അതുകൊണ്ട് അഹാന രക്ഷപ്പെട്ട്. അല്ലെങ്കിൽ വിളിച്ചു വരുത്തിയിട്ട് പാർട്ടിക്ക് വിളിച്ചു വരുത്തിയിട്ട് അപമാനിച്ചു വിടുന്നു. നാണമുണ്ടോ നിങ്ങൾക്ക് അഹാന കൃഷ്ണ? അല്ല, നാണം പണ്ടേ ഇല്ലെന്ന് അറിയാം. കാരണം എല്ലാ ആഴ്ചയിലും വന്ന് ഏറി കയറുന്ന ശബ്ദം എടുത്തിരിക്കുകയല്ലയോ. ഇപ്പൊ വിവാദകരമായിട്ടുള്ള നമ്മുടെ അമ്മുമ്മ അപ്പൂപ്പനെ ചെരുപ്പ് വെച്ച് തല്ലുന്ന വീഡിയോ നിങ്ങളത് കണ്ടു നോക്ക്. ഇപ്പൊ പുറത്ത് വന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ആരും ഒരു യൂട്യൂബേഴ്സ് ഈ സംഭവം പുറത്ത് വിട്ടിട്ടില്ലായിരുന്നു, മോശമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സ്ക്രീൻഷോട്ട് മാത്രമേ പുറത്ത് വിട്ടിട്ടുള്ളായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ കുറേ യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും റീൽ വഴി ഈ ഒരു സംഭവങ്ങളെല്ലാം പുറത്ത് വന്നിട്ടുണ്ട്. പുറത്ത് വന്ന് എക്സ്പോസ് ആയിരിക്കുകയാണ്. അടിമുടി ഒരു ഫാമിലി ഫുള്ള് എക്സ്പോസ് ആയിരിക്കുകയാണ്. എൻ്റെ കൃഷ്ണേട്ടാ, കൃഷ്ണ നീ വീടേ എന്തായാലും ബാക്കി ഞാൻ പാടുന്നില്ല. ഈ വീഡിയോ കണ്ടു നോക്കാം, അതിന് ശേഷം ബാക്കി പറയാം. അതെ, അപ്പോൾ അവിടെ കാണാൻ പറ്റും. നമ്മളെ അപ്പൂപ്പനാണെങ്കിൽ ഒരു കയ്യിലേക്ക് കൊടുത്ത് ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു CCTV വിഷ്വലാണ്. അമ്മുമ്മയാണെങ്കിൽ അവിടെ നിന്ന് പാത്രവും മറ്റും കഴുകുകയാണ്. അവിടെ പെയിൻറ്റ് ബക്കറ്റ് സംഭവങ്ങളും എല്ലാം ഇരിപ്പുണ്ട്. ആ ഒരു സമയത്താണ് നമ്മൾ അപ്പൂപ്പൻ എന്തൊക്കെയോ കാര്യം അവിടെ നിന്ന് കാര്യമായിട്ട് പറയുന്നുണ്ട്. ആ ഒരു സമയം ആ ബക്കറ്റിൽ നിന്നാണെന്ന് തോന്നുന്നു ഒരു 2 ചെരുപ്പ് നമ്മുടെ അമ്മുമ്മ വലിച്ചെടുത്തതിന് ശേഷം ഒരു 2 അടി പടക്കോ എന്ന് അപ്പൂപ്പന് കൊടുക്കുന്നുണ്ട്. പക്ഷെ 2 ആളുകളാണ്, അതായത് 2 തരത്തിലുള്ള ആളുകളാണ് ഇതിനൊരു മറുപടി കൊടുക്കാൻ രംഗത്ത് വന്നിട്ടുള്ളത്. ഒരു തരം ആളുകളെന്ന് പറയുമ്പോൾ അതായത് അപ്പൂപ്പനെ നല്ല കീച്ച് അമ്മുമ്മ വില്ലത്ത് തന്നെ കേട്ടോ. അതുകൊണ്ട് തന്നെ അഹാനയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരും, രണ്ടാമത്തെ ആൾക്കാർ അവരുടെ കുടുംബ പ്രശ്നം CCTV എടുത്ത് വെളിയിലിടാൻ വേണ്ടി നാണമില്ല എൻ്റെ കൃഷ്ണ ചേച്ചി എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ. ഈ 2 കൂട്ടർ ആൾക്കാരിൽ നിന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക്, അതായത് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം അവരുടെ കുടുംബ പ്രശ്നമാണ്. ഒരു വീട്ടിൽ, അതായത് കൂടുമ്പോൾ ഉള്ളതല്ലയോ വീട്, അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ പൊട്ടലും ചീറ്റിലും എല്ലാ വീട്ടിലും നടക്കും. ഈ പറയുന്ന ഈ നെഗറ്റീവ് അടിക്കുന്ന എല്ലാവരുടെയും വീട്ടിലും ഇടയ്ക്കൊക്കെ വഴക്ക് നടക്കും. അതേകൂട്ട് സാധാരണ ഒരു വീട്ടിൽ നടന്നിട്ടുള്ള വഴക്ക്, അതായത് ഈ ഒരു അപ്പൂപ്പൻ്റെ മരണം ആ ഒരു സമയം പോലും ആ ഒരു വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട്, ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഇപ്പം നിങ്ങൾ നോക്കിക്കോ. ഒരു സൈഡിൽ ആൾക്കാർ കാണുന്ന ഒരു രീതി ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോ കണ്ടോണേ. അപ്പൂപ്പൻ അവിടെ വഴക്ക് പറയുന്നു, അമ്മുമ്മ ആടിച്ചും കൂടെ പൊട്ടിക്ക് ഇറങ്ങി പോകാൻ മരിച്ച എൻ്റെ വീട്ടിൽ നിന്ന്, മേലെ എൻ്റെ വീട്ടിൽ നിൽക്കരുത്. ഒരു കൂട്ടം ആൾക്കാരുടെ കാഴ്ചപ്പാട്. രണ്ടാമത്തെ കൂട്ടം ആൾക്കാരുടെ കാഴ്ചപ്പാട്. അപ്പൂപ്പൻ അവിടെ നിന്ന് കാര്യം പറഞ്ഞ്, എടി എന്തുവാടി നീ കാണിക്കുന്നേ, ഇന്ന് മീൻ വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, നീ എന്ത്? അപ്പോൾ അമ്മമ്മ പറയുന്നത് പോ മനുഷ്യ അവിടെ നിന്ന് പറഞ്ഞ് ചെരുപ്പ് വീശുന്നത്, എന്നിട്ട് ഞാൻ അഴിക്കും കേട്ടോ എന്നും പറഞ്ഞ് കാണിക്കുന്നത്. ഈ 2 കൂട്ടം ആൾക്കാരാണ്. നിങ്ങൾ ഈ ഒരു കാഴ്ചപ്പാടിനാണ്, അതായത് കാണുന്നവൻ്റെ കണ്ണിലാണ് കുരു എന്ന് നമ്മുടെ നിവിനാണെങ്കിൽ ബിഗ് ബോസിൽ വെച്ച് പറഞ്ഞത് കൂട്ട് തന്നെ എല്ലാം നമ്മൾ ആ ഒരു സെൻസ്, ആരും എന്തോ പറയുന്നത്, ഈ ഒരു സിന്ധു കൃഷ്ണ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാം ആ ഒരു സെൻസിൽ നിങ്ങൾ എടുക്കാൻ നിൽക്കരുത്. ആ സെൻസിൽ എടുക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം നമുക്ക് പ്രശ്നമായിട്ട് തോന്നുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധു കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആൻറ്റി എടുത്ത് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങൾ ചെയ്തിട്ടുള്ളത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അതായത് നിങ്ങളുടെ തമ്മിൽ എന്ന് പറയുന്ന മക്കൾ, കസിൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിട്ടുണ്ടായിരുന്നു. തന്വി ആയാലും അതേകൂട്ട് അഹാന ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞടിയായിരുന്നു. അങ്ങനെ അവസാനിച്ചത് ആ 2 വീഡിയോസിൽ 2 പേരും മുക്കിയിട്ടായിരുന്നു. അവസാനം ഒരു പോസ്റ്റിൽ കൂടെ, കേവലം ഒരു പോസ്റ്റിൽ കൂടെ മാത്രം ഈ ഒരു വിഷയം ഒതുക്കി തീർക്കുകയായിരുന്നു ഉണ്ടായിട്ടുള്ളത്. പക്ഷെ വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് വരാൻ വേണ്ടി ഏതോ ഒരാൾക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതായത് അവരുടെ വീട്ടിലെ CCTV ദൃശ്യം ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. വീട്ടിലെ പേഴ്സണൽ കാര്യങ്ങൾ ഇതിനകത്തോട്ട് വലിച്ചഴിച്ചുകൊണ്ട് വരാൻ സിന്ധു കൃഷ്ണയ്ക്ക് നാണമുണ്ടോ? നിങ്ങളുടെ അമ്മയില്ലയോ, നിങ്ങളുടെ അച്ഛനില്ലയോ? വയസ്സാം കാലത്ത് കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്നവർക്ക് ഈ സംഭവങ്ങളൊന്നും നോക്കേണ്ട ഒരു ആവശ്യവുമില്ല. അവർക്ക് നാണം കെടാനും ഒന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് നാണം കെടാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളാണ് ഇതിനകത്ത് നാണം കെടുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കുന്ന അശ്വിൻ ചേട്ടൻ്റെ കാര്യം കേട്ടോ. പാവം, അതിനകത്തൊന്നും ഒറ്റപ്പെട്ടു പോയി. അതായത് ദിയാകൃഷ്ണൻ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു പുള്ളിക്കാരൻ അവിടെ നിൽക്കുന്നത് എല്ലാവരും പറയുന്നത് കേട്ട് പുറകിൽ ആ ഒരു ബർത്ത്ഡേക്കായാലും നോക്കിയാൽ മതി, അപ്പച്ചി അപമാനിച്ച് വിട്ടു. പക്ഷെ അപമാനിച്ച് വിട്ടില്ലെങ്കിൽ പോലും പുറകിൽ ഒരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആരാ? അശ്വിൻ ചേട്ടൻ. ഇപ്പൊ സിന്ധു ആൻറ്റി ആണെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം പുറത്തിട്ട് ഈ മക്കൾ ഇതൊക്കെ കണ്ടുപഠിക്കുമല്ലേ. അതുകൊണ്ട് തന്നെ അമ്മൂമ്മയുടെ പാത പിന്തുടരില്ലേ എൻ്റെ ചേച്ചിമാരെ. എന്തായാലും ഇത്രയും സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിലൊന്നും എത്തിക്കണമെന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങളുടെ അവസരമാണ്. തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ വന്ന് എല്ലാവരുടെ അഭിപ്രായം അറിയിച്ചിട്ട് മാത്രമേ പോകാവൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും അറിയിച്ചിട്ടേ പോകാവും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടണിലും ചെക്കിയൊക്കെ, ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് വെച്ചൊക്കെ വീഡിയോ ഹൈപ്പ് ചെയ്തൊക്കെ. അപ്പോൾ അടുത്ത നല്ല ടോപ്പിക് ആയിട്ടാണ്, കുറച്ച് ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ച് റൈറ്റിലോട്ട് പോട്ടെ, ഞാൻ സ്ട്രേറ്റ് പോകാൻ അടുത്ത് നല്ലൊരു ടോപ്പിക് ആയിട്ടാണ്. എല്ലാവർക്കും ബൈ.